അമേരിക്ക കടുത്ത ആയുധക്ഷാമം നേരിടുകയാണ്. ഇറാനുമായി മാസങ്ങളായി തുടരുന്ന യുദ്ധത്തിനിടയിൽ അമേരിക്കയുടെ പക്കലുള്ള ദീർഘദൂര ആക്രമണ മിസൈലുകളിൽ വലിയൊരു ഭാഗവും ഉപയോഗിച്ചു. എങ്ങനെ അമേരിക്ക ഈ ആയുധ പ്രതിസന്ധി നേരിടും? ചൈന, ഇറാൻ ഉൾപ്പെടെയുള്ള എതിരാളികളോട് എങ്ങനെ പൊരുതി നിൽക്കും? പരിശോധിക്കാം വിശദമായി. ഞാൻ അനശ്വര. ഭാവിയിൽ ചൈന ഉൾപ്പെടെയുള്ള ശക്തരായ എതിരാളികളുമായി ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധമുണ്ടായാൽ അതിനെ നേരിടാൻ അമേരിക്കൻ സേന എത്രത്തോളം സജ്ജമാണെന്ന ചോദ്യവും ഇതോടൊപ്പം ഉയരുകയാണ്. പ്രധാനമായും കരയിൽ നിന്ന് തൊടുക്കാവുന്ന തന്ത്രപ്രധാന ആയുധങ്ങളായ എറ്റാകംസ്, പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈലുകൾ എന്നിവയുടെ വലിയ ശേഖരമാണ് അമേരിക്ക ഇറാന് എതിരായ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചത്. ഇവയിൽ ഭൂരിഭാഗവും ഇപ്പോൾ തീർന്നതായാണ് വിവരങ്ങൾ. അമേരിക്കൻ സൈന്യത്തിന് ആൾനാശം സംഭവിക്കാതെയിരിക്കാൻ പൈലറ്റുള്ള യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വ്യോമാതിർത്തിയിലേക്ക് അയക്കുന്നതിന് പകരം ദീർഘദൂര മിസൈലുകളാണ് ട്രംപ് ഭരണകൂടം വ്യാപകമായി ഉപയോഗിച്ചത്. അമേരിക്കൻ ആയുധശേഖരത്തിലെ ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളിൽ പകുതിയും ഇറാൻ യുദ്ധത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞു. കൂടാതെ പേട്രിയറ്റ് ഇന്റർസെപ്റ്ററുകളുടെ 65% അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റമായ താഡ് മിസൈലുകളുടെ 38% ഇതിനകം ഉപയോഗിച്ചു കഴിഞ്ഞുവെന്ന് പ്രതിരോധ പഠന കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. മധ്യപൂർവേഷ്യൻ മേഖലയുടെ ചുമതലയുള്ള US സെൻട്രൽ കമാൻഡിന്റെ പക്കലുണ്ടായിരുന്ന മിസൈൽ ശേഖരം ഏതാണ്ട് അവസാനിച്ചതോടെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വിന്യസിച്ചിരുന്ന ആയുധ ശേഖരത്തിൽ നിന്നാണ് നിലവിൽ ഇങ്ങോട്ട് മിസൈലുകൾ എത്തിക്കുന്നത്. എന്നാൽ ആയുധക്ഷാമം സംബന്ധിച്ച ആശങ്കകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. ലോകത്ത് മറ്റാരേക്കാളും കൂടുതൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും അമേരിക്കയുടെ പക്കലുണ്ടെന്നും ആവശ്യത്തിൽ കൂടുതൽ കരുത്ത് രാജ്യത്തിനുണ്ടെന്നും ട്രംപ് പ്രതികരിച്ചു. നിലവിൽ US പ്രതിരോധ നിർമ്മാണ കമ്പനികൾ എക്കാലത്തേക്കാളും ഉയർന്ന നിരക്കിൽ പുതിയ മിസൈലുകൾ നിർമ്മിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഉൽപാദനം വർദ്ധിപ്പിച്ചാലും ദീർഘകാലം നീണ്ടുനിൽക്കുന്ന വലിയൊരു യുദ്ധത്തിൽ കുറഞ്ഞുപോയ ആയുധശേഖരം പെട്ടെന്ന് നികത്താൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. പുതുതായി തീരുമാനിച്ച ചർച്ച ഇറാന് ലഭിച്ച അവസാന അവസരമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കരാർ ഉണ്ടാക്കാനും യുഎസിന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ആക്രമണം നേരിടുന്നത് ഒഴിവാക്കാനും ഇനി ഒരിക്കലും അവസരം ഉണ്ടാകില്ലെന്നും താക്കീത് നൽകി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും ഇറാന്റെ ആണവ പരിപാടി സംബന്ധിച്ച അമേരിക്കയുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുമുള്ള ചർച്ചകൾ അടുത്ത 1-2 ദിവസത്തിനകം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ഹോർമൂസ് തുറക്കും. രണ്ടാം ഘട്ടത്തിൽ ആണവ നിരായുധീകരണത്തിലേക്ക് നീങ്ങും. അതിന് കുറച്ചു സമയം വേണ്ടിവരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. അതേസമയം നിലവിൽ അമേരിക്കയുമായുള്ള ഒരു ചർച്ചയ്ക്കുമില്ലെന്നാണ് ഇറാൻ നിലപാട് അറിയിച്ചിരിക്കുന്നത്. ഇറാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന് തങ്ങൾ കനത്ത അടി നൽകിയെന്നും അതിനാൽ അമേരിക്കയെ മറികടക്കാൻ ഇറാന് കഴിയില്ലെന്നും അവകാശപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണം ഇറാനെതിരെ നടത്താൻ അമേരിക്ക പദ്ധതി തയ്യാറാക്കിയിരുന്നെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികളുടെയും ഇറാന്റെയും ആവശ്യപ്രകാരം നയതന്ത്രത്തിന് കൂടുതൽ സമയം നൽകുന്നതിനായി അതിൽ നിന്ന് പിന്മാറിയെന്നും അറിയിച്ചു. അതേസമയം 6 മാസം പിന്നിട്ട യുദ്ധം യുഎസിന്റെ ആയുധ ശേഖരത്തിൽ വരുത്തിയ ചോർച്ചയും മറ്റുമാണ് തീരുമാനത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. സമാധാന ശ്രമം ഊർജിതമാക്കുന്നതിനായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയെ പ്രധാന മധ്യസ്ഥരായ പാകിസ്ഥാൻ ചർച്ചയ്ക്കായി ഇസ്ലാമാബാദിലേക്ക് ക്ഷണിച്ചു. അതിനിടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കുവൈത്തിലെ US സേനാതാവളം ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയതായും വിവരങ്ങളുണ്ട്. ഇറാനിയൻ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമനുസരിച്ച് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും മുതിർന്ന നേതാക്കളുമായും അടിയന്തര ചർച്ചകൾ നടത്തി. മേഖലയിലെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും അമേരിക്കയുടെ സമീപകാല നടപടികളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമാണ് പ്രധാനമായും ചർച്ച നടന്നത്. അമേരിക്കയും ഇസ്രായേലും നടത്തിവരുന്ന ശത്രുതാപരമായ നടപടികളോട് സഹകരിക്കരുതെന്ന് മധ്യസ്ഥരോടും മറ്റു പ്രാദേശിക രാജ്യങ്ങളോടും ഇറാൻ അഭ്യർത്ഥിച്ചു. ഇത്തരം നീക്കങ്ങൾ സംഘർഷം കൂടുതൽ വഷളാക്കുമെന്നും നയതന്ത്ര ശ്രമങ്ങളെ തകർക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അരാക്ചിയും തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാനും തമ്മിലുള്ള ചർച്ചകൾ അമേരിക്കൻ നടപടികളുടെ ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. മേഖലയിലെ അസ്ഥിരതയുടെ അപകട സാധ്യതകളെക്കുറിച്ച് ഇരുപക്ഷവും അവരുടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷത്തിന് പ്രേരിപ്പിക്കുന്ന എല്ലാ കക്ഷികളെയും യുദ്ധത്തിന്റെ ഉത്തരവാദികളാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഒരു വലിയ യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മറ്റു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുമെന്നും ഔദ്യോഗിക വൃത്തങ്ങളും അറിയിച്ചു. ഇറാൻ, US, ഇസ്രായേൽ എന്നിവർക്കിടയിൽ സൈനികവും രാഷ്ട്രീയവുമായ വാക്പോരുകൾ മുറുകുമ്പോഴും
അമേരിക്ക ഇറാൻ ബന്ധത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഈ ആക്രമണം വേണ്ടെന്ന് വെച്ചതെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. വൻ ആക്രമണത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. ഇറാനിലേക്ക് ആക്രമണത്തിന് പോകാൻ തയ്യാറായിരുന്നു. എന്നാൽ സഖ്യകക്ഷികൾ ആക്രമണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ഇതോടെയാണ് പിൻവാങ്ങിയതെന്ന് ട്രംപ് പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണം ഇറാനിൽ നടത്താനാണ് പദ്ധതി ഇട്ടിരുന്നത് എന്നും സഖ്യരാജ്യങ്ങളുടെ ഇടപെടലാണ് അത് വേണ്ടെന്ന് വെക്കാൻ കാരണമെന്നും ട്രംപ് ആവർത്തിച്ചു. ഇനി ഒരു യുദ്ധമുണ്ടായാൽ എങ്ങനെ പ്രതിരോധിക്കുമെന്ന ആശങ്കയിലാണ് ട്രംപ്.